കെട്ടിയോനെ, ചിക്കൻ വെച്ചുള്ളതിൽ ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ചിക്കൻ ബിരിയാണി. എനിക്കും അതാട്ടോ എളുപ്പം. അപ്പോൾ നമുക്കിന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ? ചിക്കൻ ബിരിയാണി. അതിനുവേണ്ടി അല്ലമ്മീൻ്റെ ഫ്രഷ് കട്ട് പീസാണ് എടുത്തേക്കുന്നത് കേട്ടോ, 1 kg കേട്ടോ. അതിന് നല്ല മുഴുത്ത പീസായിരുന്നു, കറക്റ്റ് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളിയൊക്കെ അരിഞ്ഞ് പറക്കി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. റൈസിന് വേണ്ടിയിട്ട് വീണ്ടും അല്ലമ്മീൻ്റെ റൈസാണ് എടുത്തേക്കുന്നത്. കോയിൻസിഡൻസ് ആയിട്ടോ തികച്ച്. അതും സോക്ക് ചെയ്ത് ഒരു വശത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനെ ഒന്ന് സുന്ദരക്കുട്ടപ്പനാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പ് പാകത്തിന് എന്നിവ ഇട്ടിട്ട് നല്ലോണം തിരുമ്മി അങ്ങ് പിടിപ്പിക്കാം. പിന്നെ ബിരിയാണി ആയതുകൊണ്ട് ഇതിൽ സ്പെഷ്യൽ ഒരു സാധനം കൂടെ ആഡ് ചെയ്യണം, തൈരും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് ബിരിയാണിയുടേതായിട്ടുള്ളൊരു ടേസ്റ്റ് വരിക. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആകും. അപ്പോൾ തൈരും കൂടെ ചേർത്തിട്ട് നല്ലോണം തിരുമ്മി പിടിപ്പിച്ച് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നമുക്ക് ഇഷ്ടം പോലെ ഒരു സൈഡിലോട്ട് വയ്ക്കാം. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്ത രൂപത്തിലെടുക്കാം. നല്ല പേസ്റ്റ് പരുവം വേണ്ട, എനിക്ക് ഈ ഒരു പരുവാട്ടോ ഇഷ്ടമുള്ളത്, ആ ഒരു പരുവത്തിൽ എടുക്കാം. ഇനി മസാല ഉണ്ടാക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് പാൻ എടുത്ത് വെച്ചു. അതിലേക്ക് നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ ആക്കുന്നത്. അതും കൂടെ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സ്റ്റാറൊക്കെ അതും കൂടെ ഇട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, ഞാനിവിടെ ഇപ്പോൾ ഒരു 5 സവാളയായിട്ടോ എടുത്തേക്കുന്നത്. 5 സവാള എടുത്തിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും പേസ്റ്റ് ഇടുന്നത്. എനിക്ക് ഇപ്പം ഇടുന്നതാട്ടോ ഇഷ്ടം. ആദ്യം ഇടുമ്പോഴത്തേക്ക് എനിക്ക് അടി പിടിക്കുന്നതായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഉള്ളി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷമാണ് ഈ പേസ്റ്റ് ഇടുന്നത്. എന്നിട്ട് ഒരു പച്ചമണം മാറുന്നവരെ ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വേവിക്കാൻ വെക്കാം. നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള കാഷ്നട്ടും ഓണിയൻസും കൂടെ വറുത്തെടുക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ നെയ്യാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നെയ്യ് ഒഴിച്ചു പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഞാൻ കാഷ്നട്ടാണ് വറുത്തെടുക്കുന്നത്. കാഷ്നട്ട് വറുത്തെടുത്തു. എനിക്കിതിൽ കിസ്മസ് ഇടുന്നത് അധികം ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് അത് ഞാൻ ഇടാറില്ല. എന്നിട്ട് ഉള്ളിയും വറുക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ഉള്ളിയും വറുക്കാൻ വേണ്ടി വെച്ചിട്ട് അത് വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത നമ്മൾ ഒരു വശത്ത് നമ്മൾ ചിക്കൻ വേവിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ചിക്കൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ മസാലയുടെ അവിടെ ഉള്ളി നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വഴണ്ട് വരുന്ന ഈ ഒരു പരുവാകുമ്പോഴത്തേക്കാണ് നമുക്ക് അതിലേക്ക് തക്കാളി ഇടാൻ വേണ്ടത്. അപ്പം 2 വലിയ തക്കാളിയാണ് ഞാൻ അതിലോട്ട് ഇടുന്നത്. അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഉടഞ്ഞു വരണം തക്കാളിയൊക്കെ, അതാണ് കറക്റ്റ് പരുവം. ഒന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് അടച്ചു വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് അവിടെ അരി നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി വേവിക്കാനുള്ളത് നോക്കാം. അരി വേവിക്കാൻ വേണ്ടി നേരത്തെ കഷ്ണിട്ട് വറുത്ത് വെച്ചേക്കുന്നുണ്ട്, നെയ്യ് ബാക്കിയുണ്ട്. അതിലേക്ക് ഈ സ്പൈസസ് എല്ലാം കൂടെ ഇട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക അതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഇപ്പോഴത്തേക്ക് 4 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചേക്കാണ്. അതിലേക്ക് തന്നെ ഞാൻ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയും പിന്നെ കുറച്ച് മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും നാരങ്ങ നീരും കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മറ്റേ കറിയിലേക്ക് നമുക്ക് ചിക്കൻ ഇടേണ്ട ടൈമായിട്ടുണ്ട്. അപ്പം നല്ല വഴണ്ട് വന്നേക്കുന്ന ഓണിയനിലേക്ക് ചിക്കനും കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വെച്ചേക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഇവിടെ ഇപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി അരി കുതിർത്തത് വെള്ളത്തിലോട്ട് ഇടാം. എന്നിട്ട് നല്ലോണം ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. ആവി പുറത്ത് പോകാതിരിക്കാനും കൂടെ നോക്കണം കേട്ടോ. എന്നിട്ട് കറി ഇപ്പോൾ ഒരു സൈഡിൽ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ചോറും അവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് ഏകദേശം ഒരു 90% വേവായിട്ടുണ്ട്. ബാക്കി നമുക്ക് ദം ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം സെറ്റ് ആയിക്കോളും. ദമ്മിൻ്റെ പ്രൊസീജിയറൊന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന കൂട്ടാണ്. പക്ഷെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ആ പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കും. പ്രീഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ റൈസ് ഇട്ടിട്ട് കാഷ്നട്ടും ഫ്രൈഡ് ഓണിയൻസും മല്ലിയിലയും കൂടെ ഇടും. പിന്നെ ചിക്കനും ഇട്ടിട്ട് അടുത്തത് റൈസ് വീണ്ടും ഇട്ട് കാഷ്നട്ടും ഫ്രൈഡ് ഓണിയൻസും മല്ലിയിലയും പിന്നെ കുറച്ച് നെയ്യും കൂടെ തൂവി ദം അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ അടപ്പിലൊരു നാരങ്ങ കാണുന്നത് ഞാൻ ഇത് ആവി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ദമ്മിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം നല്ല
സ്വാദിഷ്ടമായിട്ടുള്ള നല്ലൊരു ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുകളെല്ലാം സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കൂടെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ.